ഇരിട്ടിയിലേക്ക് തിരിക്കും. അന്വേഷണം പുരോഗമിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR. ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ പ്രതിഷേധം തുടരും. ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുന്നതിൽ ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ കടുത്ത നടപടിയില്ല. വിദഗ്ധ സമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ആശുപത്രി കെട്ടിടങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സ്ഥാപന മേധാവികൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറും. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ ഹൈക്കോടതി ഇന്ന് കാണും. പ്രത്യേക പ്രദർശനം കൊച്ചിയിൽ. നടപടി സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകാത്ത സാഹചര്യത്തിൽ സിനിമ കണ്ട ശേഷം ബുധനാഴ്ച അന്തിമ തീരുമാനം. ആരോഗ്യമേഖലയിൽ കാസർഗോഡ് ജില്ല കടുത്ത അവഗണന നേരിടുന്നതായി ആക്ഷേപം. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതും അത്യാധുനിക സൗകര്യങ്ങളുടെ അപര്യാപ്തതയും പ്രതിസന്ധി. വിദഗ്ധ ചികിത്സയ്ക്കായി രോഗികൾ ആശ്രയിക്കുന്നത് മംഗലാപുരമോ മറ്റ് ജില്ലകളോ? ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിനോട് അനുകൂലമായി പ്രതികരിച്ച് ഹമാസ്. മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളിയായ ഖത്തറിനെയും ഈജിപ്തിനെയും നിലപാട് അറിയിച്ചു. വെടിനിർത്തലിനായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പ്രസ്താവന. ബർമിംഗ്ഹാം ടെസ്റ്റിൽ കരുത്തുകാട്ടാൻ ഇന്ത്യ. ഒന്നാം ഇന്നിംഗ്സിൽ 180 റൺസ് ലീഡ്. മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റിന് 64 റൺസ് എന്ന നിലയിൽ. ഇംഗ്ലണ്ട് നിരയെ തകർത്തത് 6 വിക്കറ്റ് നേടിയ മുഹമ്മദ് സിറാജ്. ബീഹാറിലെ പാട്നയിൽ വ്യവസായി വെടിയേറ്റു മരിച്ചു. മരിച്ചത് വ്യവസായിയും BJP നേതാവുമായ ഗോപാൽ ഖേബ്ക. വീടിന് പുറത്തുവെച്ചാണ് വെടിയേറ്റത്. വെടിവെച്ചതിന് പിന്നാലെ അക്രമി രക്ഷപ്പെട്ടു. ഗോപാൽ ഖേബ്ക സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കൊലപാതക കാരണം വ്യക്തമല്ല. ഖേബ്കയുടെ മകൻ ഗുഞ്ചൽ 3 വർഷം മുൻപ് വെടിയേറ്റ് മരിച്ചിരുന്നു. ബീഹാറിലെ